സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുന്നു. വയനാട്, ഇടുക്കി ജില്ലകളിൽ ഒഴികെ എല്ലായിടങ്ങളിലും യെല്ലോ അലേർട്ടാണ്. 19-ാം തീയതി വരെ പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. സാജിദ് അജ്മൽ പാലക്കാട് നിന്ന് ചേരുകയാണ്. സാജിദ്, വല്ലാത്ത ചൂടാണ് ഇപ്പോൾ. സാധാരണഗതിയിൽ ഈ കോഴിക്കോട് നമ്മുടെ മലബാർ മേഖലയിലൊക്കെ ഒരു പതിവ് കഴിഞ്ഞ് ചൂടുണ്ടാവാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നും ഇന്നലെയും ഒക്കെ ആയി പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും വലിയ ചൂടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തുടനീളം അതുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എല്ലായ്പ്പോഴും നമ്മൾ നോക്കുന്നത് പാലക്കാടാണല്ലോ. പാലക്കാട്ടെ ഇപ്പോഴത്തെ സാധാരണഗതിയിൽ ആളുകൾ പുറത്തിറങ്ങുന്നതിലും ഒക്കെ എത്രത്തോളം ഈ ചൂട് ഒരു വലിയ പ്രതിസന്ധിയായി മാറുന്നുണ്ട് സാജിദ്? മഹേഷ്, ഫാനിന് താഴെയോ AC മുറിക്കകത്തോ അല്ലാതെ നമുക്കൊരു 2 മിനിറ്റിൽ കൂടുതൽ നിൽക്കാനോ ഇരിക്കാനോ കഴിയാത്ത അവസ്ഥയാണ്. അത്രത്തോളം ആളുകൾ വലിയ തോതിലുള്ള അസ്വസ്ഥത രൂപപ്പെടുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇത് ചൂട് മാത്രമല്ല, അന്തരീക്ഷത്തിൽ അതിന്റെ ആർദ്രത, ഈർപ്പം തങ്ങി നിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയധികം ഈ ചൂട് കൂടുകയും അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിൽ ഈർപ്പം തങ്ങി നിൽക്കുകയും ചെയ്യുന്നതോടുകൂടി ആളുകൾക്ക് ആ ചൂടിന്റെ കാഠിന്യം വലിയ തോതിൽ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. അതായത് പാലക്കാട് നഗരത്തിലും വാളയാറ്, കഞ്ചിക്കോട് മേഖലയിൽ 40 ഡിഗ്രിയാണ് ചൂട്. പക്ഷേ ഇവിടെ ഒരു 43-44 ഡിഗ്രി ചൂടിന്റെ ഒരു കാഠിന്യമുണ്ട്. അതേപോലെ ആണ് മറ്റ് മേഖലകളിലെല്ലാം തന്നെ ഇത്ര വലിയ ഒരു പ്രതിസന്ധിയും പ്രയാസവുമാണ് ആളുകൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് വിദഗ്ധർ പറയുന്നത്. അതോടൊപ്പം തന്നെ മഹേഷ് ഇൻട്രോയിൽ സൂചിപ്പിച്ച വയനാട്, ഇടുക്കി ജില്ലകളിൽ ഒഴികെ ഈ യെല്ലോ അലർട്ട്, അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായി വിദഗ്ധർ പറയുന്നത് സമുദ്രത്തിന്റെ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഈ സമുദ്രത്തോട് ചേർന്നുള്ള ഈ ജില്ലകളിൽ സ്വാഭാവികമായി അതുണ്ടാകും. പാലക്കാട് കടലില്ലെങ്കിലും ഈ മറ്റ് കടലിനോട് ചേർന്ന മലപ്പുറം ജില്ല, തൃശ്ശൂർ ജില്ല എല്ലാം കടൽ തീരങ്ങളുണ്ട്. അതിൻ്റെ കാറ്റ് ഉണ്ട്. എന്നാൽ അത് ഉയരം കൂടുന്തോറും ഈ കടൽ ചൂടായതിൻ്റെ ഒരു പ്രയാസം കുറഞ്ഞു വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഹൈറേഞ്ചിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കി, വയനാട് പോലുള്ള ജില്ലകളിൽ അത്രമാത്രം ഈ ചൂടിന്റെ കാഠിന്യം അനുഭവപ്പെടാത്തത്. കടൽ ചൂടാകുന്ന പ്രതിഭാസം ഇതിനൊരു പ്രധാന പ്രശ്നമാണ് എന്നുള്ളതാണ് ഈ മേഖലയിലുള്ള ആളുകൾ പ്രധാനമായും പറയുന്നത്. ഈ പാലക്കാട് ജില്ലയിലെ ചൂട് വരും ദിവസങ്ങളിലും അതികഠിനമായി തന്നെ തുടരും. വേനൽ മഴ 18-ാം തീയതിക്ക് ശേഷം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പാലക്കാടിനെ സംബന്ധിച്ച് ഇത് കൂടാതെ ഈ പാലക്കാട് ചുരം എന്നറിയപ്പെടുന്ന പാലക്കാട് വിടവാണ് സത്യത്തിൽ. അത് ഈ പശ്ചിമഘട്ടത്തിന് ഇടയിലെ ഏതാണ്ട് 30 കിലോമീറ്ററിലധികം വരുന്ന വിടവിലൂടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റ് ഇങ്ങോട്ട് അടിച്ചു വീശുകയാണ്. അതുകൊണ്ട് പാലക്കാട് നഗരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചൂടിന്റെ കാഠിന്യം കൂടുതൽ തീവ്രമായി അനുഭവപ്പെടും. എന്നാൽ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി, മണ്ണാർക്കാട്, അട്ടപ്പാടി തുടങ്ങിയ മേഖലകളിൽ പാലക്കാട് ഈ നഗരത്തെ അപേക്ഷിച്ച് ചൂടിന്റെ കാഠിന്യം കുറവാണ്. എന്തായാലും ഒരു വേനൽ മഴ ശക്തമായി ലഭിച്ചില്ലെങ്കിൽ ഇനിയും ഇതേ രീതിയിലുള്ള ഒരു പ്രയാസം നേരിടേണ്ടി വരും എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. കേരളത്തിലെ 2 ഭാഗമാക്കി മാറ്റാം. ഒന്ന്, അറബിക്കടലിന്റെ ഓരത്തുള്ള കടൽ ചൂട് പിടിക്കുന്നത് കൊണ്ട് തന്നെ കടൽ തീരം വരുന്ന ജില്ലകളിൽ വലിയ തോതിൽ ചൂടുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റ്, ആ ഉഷ്ണക്കാറ്റ് നമുക്കറിയാം സഹ്യപർവ്വത മലനിരകളുടെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു 30 കിലോമീറ്റർ ഗ്യാപ്പ് പാലക്കാടുണ്ട്. അതുവഴി കടന്ന് അവിടെ നിന്നുള്ള വലിയ തോതിലുള്ള ഉഷ്ണക്കാറ്റ് ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നു. അങ്ങനെ പാലക്കാട് കുറെ കൂടി വലിയ ചൂട് സാധാരണഗതിയിൽ ഉണ്ടാകാറുണ്ട്. അത് ഇത്തവണ കൂടുന്നു എന്നുള്ളതാണ്. അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, ധാരാളം വെള്ളം കുടിക്കുക, ചൂടത്ത് പുറത്തേക്കിറങ്ങി കുട്ടികളെ കളിക്കാൻ വേണ്ടി വിടാതിരിക്കുക, നട്ടുച്ച വെയിലൊന്നും വിടാതിരിക്കുക, ധാരാളം പഴങ്ങൾ കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, അതൊക്കെയാണ് പറയാനുള്ളത്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ റോട്ടിൽ നിന്ന് തിരിച്ച് നമ്മുടെ നെറ്റിയിലേക്ക് ചൂട് ഇങ്ങനെ അടിക്കുന്നതും കാണാം. എന്തായാലും സൂര്യാഘാതം ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളൊന്ന് കരുതുക കുറച്ച് ദിവസം കൂടി എന്നേ പറയാനുള്ളൂ.